നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സിക്സ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടണം. ഇതുവരെ നിങ്ങൾ മാത്രമാണ് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് കൂടി എഫേർട്ട് വേണം. അതില്ലാത്തതാണ് ഈ റിലേഷൻ്റെ പ്രശ്നം എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് ഈ റിലേഷനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിൽ വരുന്ന ഇഷ്യൂസ് ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കർമ്മ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അതിങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ലെങ്കിലും നിങ്ങൾക്ക് ചുറ്റിനും പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ ലൈഫിൽ പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് വാൻസ് എനർജിയാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല, സംസാരിക്കാതെ ഒന്ന് മാറി നിൽക്കുവാണ്. ചിലപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ അതായതുകൊണ്ട് അവർക്ക് ചിലപ്പം ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ആ ഒരു കാര്യത്തിൽ അവർ സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു സ്ട്രെസ്സിൽ തന്നെ നിൽക്കുമായിരിക്കും, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കുമായിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് സിറ്റുവേഷൻ ഓക്കെ ആവട്ടെ, എന്നിട്ട് വിളിക്കാം, എന്നിട്ട് സംസാരിക്കാം എന്ന് കരുതി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അവർ ഓക്കെ ആയി അതിനുശേഷം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 7 ഓഫ് വാൻസ് എനർജിയാണ്. ഇപ്പോഴവർ ഒരു ചെറിയൊരു അകൽച്ച വെച്ചിട്ടുണ്ട്. ആ ഒരു അകൽച്ച എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവരുടെ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള സിറ്റുവേഷൻ ഒന്ന് ഓക്കെ ആയി വരുന്നത് വരേക്ക് ഉള്ള ഒരു ബൗണ്ടറി ആണത്. ഓക്കെ, അല്ലാതെ ഇത് എന്നേക്കുമായിട്ട് നിങ്ങളിൽ നിന്ന് എൻഡായി പോയതല്ല, അല്ലെങ്കിൽ അവർ ഈ റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത എനർജി അല്ല. ഇപ്പോഴും ഒരു ചെറിയ ഗ്യാപ്പ് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അവരുടെ സിറ്റുവേഷൻ അവർക്ക് എത്രയും പെട്ടെന്ന് ഓക്കെ ആക്കണം, ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് അവർക്ക് പുറത്ത് വരണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. 9 ഓഫ് സോഴ്സ് എനർജിയാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവർ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ്, മാനസികമായിട്ടുള്ള പെയിനിൽ അവർക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് എന്താണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അവർ ഒറ്റയ്ക്കിരിക്കണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, അതിനുശേഷം ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയിലാണ് അവരുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഒരു നോ കോണ്ടാക്റ്റിൽ, ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. 4 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ കരുതുന്നത് ഈ റിലേഷൻ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷേ നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷനും ഇല്ല. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു റിലേഷൻ എൻഡാക്കി പോയിട്ടില്ല. നിങ്ങളിത് ഇപ്പം നഷ്ടപ്പെട്ടു, ഇപ്പം എന്നെ കോൾ ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അവർ റിലേഷൻ ഉണ്ടാക്കി പോയി എന്നുള്ളൊരു വിഷമത്തിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല. അവരവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണാനും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നൊരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. അൺഫിനിഷ്ഡ് ബിസിനസ് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഒരുപാട് പേർക്ക് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്.
സെൽഫ് ലവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾ നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവുക, നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ നിങ്ങളിലേക്ക് വന്നോളും. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആവാതെ നിങ്ങളുടെ കാര്യങ്ങളോട്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളായിരിക്കാം, അതിലോട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് സത്യത്തിൽ ഈ ഒരു റിലേഷനിൽ ഇപ്പം നടക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന, കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ട്രസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഈ റിലേഷനിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ പേഴ്സണെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അവരൊന്ന് അകന്ന് നിൽക്കുമ്പോഴേക്കും എന്നെ വിട്ടുപോയി എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിൽക്കാതെ എന്താണ് അവർക്ക് സംഭവിച്ചത്, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കാം, അപ്പോൾ അതിനായിരിക്കും അവർ ടൈം എടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. കൊല്ലം 1997, പാലക്കാട് 1996, 1985, 1990, തൃശ്ശൂർ ലെറ്റർ H 1988, കാർത്തിക എറണാകുളം, കണ്ണൂർ ഒക്ടോബർ, സെപ്റ്റംബർ, ഭരണി, ജനുവരി, ജൂൺ 2000. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.